നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് കഴിഞ്ഞ കുറേ വർഷക്കാലമായി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന താരമായിരുന്നു കിലിയൻ എംബപ്പെ. നമുക്കറിയാം, 2017 അദ്ദേഹം മൊണാക്കോ വിട്ടുകൊണ്ട് PSG ചേക്കേറിയത്. അന്ന് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ റയൽ മാഡ്രിഡ് നടത്തിയിരുന്നു. അത് ഫലം കാണാതെ പോവുകയായിരുന്നു. പിന്നീട് 7 വർഷക്കാലം അവർ കിലിയൻ എംബപ്പയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ ഇപ്പോഴാണ് ആ ശ്രമം ഫലം കണ്ടത്. എംബപ്പെ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് PSG വിട്ടിട്ടുണ്ട്. ഇനി അദ്ദേഹം റയലിന് വേണ്ടിയാണ് കളിക്കുക. ഒഫീഷ്യൽ പ്രഖ്യാപനം മാത്രമാണ് ഇക്കാര്യത്തിൽ അവശേഷിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ശേഷം റയൽ മാഡ്രിഡ് ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തും. അതിനുശേഷമായിരിക്കും താരത്തിന്റെ പ്രസന്റേഷൻ നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമമായ റെലേവോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത്, കിലിയൻ എംബപ്പയ്ക്ക് അതിഗംഭീരമായ ഒരു വരവേൽപ്പ് നൽകാൻ റയൽ മാഡ്രിഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് 2009 ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു പ്രസന്റേഷൻ ആയിരിക്കും കിലിയൻ എംബപ്പയ്ക്ക് ലഭിക്കുക. അതേ മാതൃകയിലുള്ള ഒരു പ്രസന്റേഷൻ നടത്താൻ റയൽ മാഡ്രിഡ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 80,000-ഓളം ആരാധകരായിരുന്നു റൊണാൾഡോയുടെ പ്രസന്റേഷന് വേണ്ടി സാന്റിയാഗോ ബെർണാബുവിൽ തടിച്ചുകൂടിയിരുന്നത്. എംബപ്പയുടെ പ്രസന്റേഷനും ഇതിന് സമാനമായ ഒരു ക്രൗഡ് ഇപ്പോൾ റയൽ മാഡ്രിഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. CR7 പിൻഗാമിയായിക്കൊണ്ട് പലരും പരിഗണിക്കപ്പെടുന്ന ഒരു താരം കൂടിയാണ് ഇപ്പോൾ കിലിയൻ എംബപ്പെ. മാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു വലിയ ആരാധകൻ കൂടിയാണ് എംബപ്പെ. ക്രിസ്ത്യാനോ റൊണാൾഡോ റയലിൽ സൃഷ്ടിച്ചതുപോലെയുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ റെക്കോർഡുകളൊക്കെ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ റയലിൽ കിലിയൻ എംബപ്പയ്ക്കും സാധിക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.